بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا؟ قالوا بلى ولكن حقت كلمة العذاب على الكافرين. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1619 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 4-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ മുൻകുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا؟ قالوا بلى ولكن حقت كلمة العذاب على الكافرين. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ അവസാനത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയായി. അതിനെ തുടർന്ന് 3 ദിവസത്തെ ചോദ്യോത്തരങ്ങളാണ്
ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഏതാനും ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കാനായിട്ട് നമ്മളെ മുന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തോടെ പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും മിനിയാന്നും ഒക്കെ ചർച്ച ചെയ്ത താഹൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത് ഒന്നോ രണ്ടോ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ ചോദ്യത്തിൽ അടങ്ങിയിരുന്ന ഈ മദ്യം, അതുപോലെ ചൂതാട്ടം, പലിശ തുടങ്ങിയ സംഗതികള്, അത്തരം സംഗതികളൊക്കെയുള്ള ഒരു വ്യവസ്ഥയോട് യോജിച്ചുകൊണ്ട് പോകുന്ന സംഗതി, ഇതൊക്കെയാണ് വിഷയമായിട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നത്. യഥാർത്ഥത്തില് മദ്യവും പലിശയും ചൂതാട്ടവും ഒക്കെ മുസ്ലിമുകൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ വളരെ ദ്രോഹകരമായ, വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന, പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹ്യ തിന്മകളെയും സാമൂഹ്യ വിപത്തുകളെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ, അത് സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള ശ്രമം, അത് ഏത് സമൂഹത്തിലും ആർക്കും നടത്താവുന്നതാണ്. ഇപ്പോ തീർത്തും വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പശ്ചാത്തലമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോലും ഈ മദ്യം, അതുപോലെ മയക്കുമരുന്ന്, ഇതിനെതിരിലൊക്കെയുള്ള ക്യാമ്പയിനുകളും അതുപോലെ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നിരന്തരം ഉണ്ടാവാറുണ്ട്. അപ്പോ അത് സമൂഹത്തിന്റെ പൊതു തേട്ടമാണ് എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ മതവീക്ഷണങ്ങളുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും അവരെ സഹകരിപ്പിച്ചുകൊണ്ടും ഒക്കെ തന്നെ അത്തരം സംഗതികൾ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും അതിന് പോസിറ്റീവായ പല ഫലങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കും അത്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുകൂടി ചേർത്ത് പറയുകയാണ്. എന്തായാലും അത്തരം സംഗതികളോട് നേരിട്ടിടപഴകുന്ന ഒരു സംഗതി ഈ നമ്മുടെ രാഷ്ട്രീയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഭാഗമായി രംഗത്ത് വരുന്ന മുസ്ലിം പ്രതിനിധികൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. അതില് ഒരു തഖ്വയുടെ ഒരു തേട്ടം, സത്യവിശ്വാസികൾ കാണിക്കേണ്ട ജീവിത വിശുദ്ധിയുടെയും അതുപോലെ പടച്ചതമ്പുരാനോടുള്ള വിധേയത്വത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അത്തരം സംഗതികളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് ഏതായാലും ആവശ്യമായ ഒരു കാര്യമാണ് എന്നതുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഉന്നയിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ചോദ്യങ്ങള്, അത് സൂറത്ത് സ്വാദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്ത് സ്വാദില് 35-ാമത്തെ ആയത്തില് സുലൈമാൻ അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് ശേഷം മറ്റാർക്കും യോജിക്കാത്ത അധികാരം തരണമേ എന്ന സുലൈമാൻ അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന പ്രവാചകന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഔന്നത്യത്തിന് യോജിക്കുന്നതാണോ എന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചോദ്യം സൂറത്ത് സ്വാദിലെ 35-ാമത്തെ ആയത്ത്, ഖാല റബ്ബി ഗ്ഫിർ ലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ് എന്ന നമ്മൾ ഇത് കഴിഞ്ഞ സൂറത്തിൽ പഠിച്ച ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോടായിട്ട് പറയുന്നത്, അള്ളാഹുവെ, എന്റെ നാഥ, എനിക്ക് നീ പുറത്തു തരികയും അതുപോലെ എനിക്ക് ശേഷം മറ്റൊരാൾക്കും അഭിലഷണീയമായിട്ട് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അധികാരം എനിക്ക് നീ നൽകുകയും ചെയ്യണമേ. നീയാണ് എല്ലാം നൽകുന്നവൻ എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം, ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. ഈ സംഗതി ഇങ്ങനെ പറയുന്നത്, വലിയ അധികാരം, അത് മുമ്പാർക്കും കിട്ടിയിട്ടില്ലാത്ത എന്ന്, അതുപോലെ തന്റെ കാലശേഷം മറ്റൊരാൾക്കും ലഭിക്കാനിടയില്ലാത്ത വിധത്തിലുള്ള
അധികാരവും ശക്തിയും ഒക്കെ കിട്ടണമെന്ന് അല്ലെങ്കിൽ നൽകണമെന്ന് അള്ളാഹുവിനോട് സുലൈമാൻ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ എന്നതാണല്ലോ ചോദ്യം. യഥാർത്ഥത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇത് തന്റെ വ്യക്തിപരമായ ഔന്നത്യത്തിനോ അല്ലെങ്കിൽ നേട്ടത്തിനോ വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയ കാര്യം അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. 34-ാമത്തെ ആയത്തില് വലഖദ് ഫതന്ന സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി. വഅൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിന്റെ അധികാരപീഠത്തിൽ നാം ഒരു മൃതദേഹം, ഒരു ചേതനയറ്റ ശരീരം കൊണ്ടിട്ടു. സുമ്മ അനാബ്, അതേ തുടർന്ന് അദ്ദേഹം പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുകയുണ്ടായി, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. ഒരു വലിയ അളവില് തശാബുഹ അടങ്ങിയിട്ടുള്ള മുത്തശാബിഹത്തായ ഒരു ആയത്താണത്. എന്താണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കുർസി, ഇവിടെ അള്ളാഹു കൊണ്ടിട്ടു എന്ന് പറയുന്ന ജസദ് എന്താണ് എന്നതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഖുർആന്റെ പിൻബലത്തിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിൽ നിന്നോ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെ ചരിത്ര സ്രോതസ്സുകളുടെയൊക്കെ പിൻബലത്തോടു കൂടി വ്യാഖ്യാനിക്കാനാണ് സാധ്യതയുള്ളത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ അധികാരം കൈയാളുന്നതിന്, രാജ്യത്തിന്റെ ചുമതല നിർവഹിക്കുന്നതിന് തീർത്തും അയോഗ്യനായിരുന്നു എന്ന കാരണത്താൽ ആ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും പ്രയത്ന ഫലമായി രൂപപ്പെടുത്തിയെടുത്ത ആ വലിയ ഗംഭീരം രാഷ്ട്ര സംവിധാനം അത് പരാജയം നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായി. രാജ്യം തന്നെ ഫലസ്തീൻ കേന്ദ്രമായിക്കൊണ്ടുള്ള അക്കാലത്ത് ഏറ്റവും പൊളിറ്റിക്കലായിട്ട് സ്വാധീനമുണ്ടായിരുന്ന ആ രാഷ്ട്രം തന്നെ പിളർന്ന് രണ്ടായി തീർന്നു. ഒന്ന് യഹൂദ രാജ്യവും മറ്റത് ഫലസ്തീൻ എന്ന പേരിലും അതുപോലെ യഹൂദ എന്ന പേരിലും അറിയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് ഉടനെ തന്നെ മാറുന്നുണ്ട്. അത് ഇസ്രായേൽ സമൂഹത്തിന്റെ, ഇസ്രായേൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ ശേഷി അല്ലെങ്കിൽ കരുത്ത് വലിയ അളവിൽ കുറയാനും പിന്നീട് പല വൈദേശിക ശക്തികളും അവരുടെ മേൽ ആധിപത്യവും കരുത്തും ഒക്കെ ഉള്ളവരായി മാറാനും ഒക്കെ കാരണം ആയ സംഭവ വികാസങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കുർസിയിൽ ജസദ് കൊണ്ടിട്ടു എന്ന് പറഞ്ഞാൽ ചൈതന്യമറ്റ ശരീരം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആ അധികാരപീഠത്തില് അതിനെ ഏറ്റവും ചൈതന്യവത്താക്കിയിരുന്ന ആ പക്വതയും അതുപോലെ ബുദ്ധി സാമർഥ്യവും അതുപോലെ തത്വദീക്ഷയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ സുലൈമാൻ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹി ഇസ്ലാമും ഒക്കെ തന്നെ. രണ്ടുപേരും അങ്ങനെ വലിയ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന ആളുകളാണ്. ആ സ്ഥാനത്ത് തീർത്തും അയോഗ്യനായ ഒരാള് പിന്തുടർച്ചക്കാരനായി എത്തുക എന്നതും അത് കാരണമായി ആ അധികാരപീഠത്തിന്റെ കരുത്തും ശക്തിയൊക്കെ ചോർന്നു പോവുകയൊക്കെ ചെയ്തൊരു കാര്യമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഇത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ആ സിംഹാസനത്തിൽ വൈകാതെ അതിനെ അനന്തരം എടുക്കാൻ പോകുന്നത് എത്ര അയോഗ്യനായ ആളാണ് എന്നത് ഒരു കാഴ്ചയിൽ അള്ളാഹു ഒരു വിഷനിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അനുഭവപ്പെടുത്തി കൊടുത്തു എന്ന് ഇതിനെ മനസ്സിലാക്കാം. അപ്പോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം നടത്തിയ ആ പ്രാർത്ഥന തനിക്ക് ശേഷം ഒരാൾക്കും അഭിലേഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു മുൽക്ക് തരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അള്ളാഹു ചുമതലപ്പെടുത്തിയ പ്രവാചകത്വ ദൗത്യം ആ പ്രവാചകത്വ ദൗത്യം ഏറ്റവും ഗംഭീരമായ വിധത്തില്, അതും ലോകത്തിന്റെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അധികാര വ്യാപ്തി അദ്ദേഹത്തിന് നൽകണം എന്നത് അദ്ദേഹം
അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ജിന്നുകളിലും അതുപോലെ ശയാത്തീന്മാരിലും ഒക്കെ പെട്ട പലരുടെയും സേവനം ലഭ്യമാക്കി കൊടുത്തു. അതുപോലെ ദൂരം താണ്ടുന്നതിന്, അത് കരയിലായാലും കടലിലായാലും ഒക്കെ നാട്ടില് ആ കാലഘട്ടത്തില് പരിചയമില്ലാത്ത അത്രയും വലിയ വേഗതയില് ഒക്കെ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന വിധത്തിലുള്ള പല ശക്തികളും സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകി. കാറ്റിനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഒരു വളരെ സമുന്നതമായ ഒരു പദവിയിൽ ഉപവിഷ്ടനാക്കപ്പെട്ട, വലിയ അധികാരം നൽകപ്പെട്ട ഒരാള്, അദ്ദേഹം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിന് സഹായകമാവുന്ന വിധത്തിലുള്ള മുൽക്ക്, അതിന് സഹായകമാവുന്ന വിധത്തിലുള്ള അധികാരവും ശക്തിയും ശേഷിയും ഒക്കെ തനിക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുന്നത്, വിശേഷിച്ച് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിൽ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പിന്തുടർച്ചക്കാരുണ്ടാവുകയില്ല എന്ന അദ്ദേഹത്തിന്റെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും വലിയ അധികാര വ്യാപ്തിയും കഴിവും സ്വാധീനവും ഒക്കെ നൽകണം എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വ്യക്തിത്വത്തിന് ചേരാത്തതായ ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ എന്ന നിലക്കും വളരെ സമുന്നതനായ ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഇങ്ങനെ നല്ല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നതിന്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും ചാബല്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള കരുത്തും പിന്തുണയും സൈനിക ശേഷിയും സ്വാധീനവും ഒക്കെ നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനോട് ആണ് താനും, മനുഷ്യരോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമശീർഷരായ ആളുകളോടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾസ് ഡെയിറ്റീസിനോട്, വ്യാജ ദൈവങ്ങളെ ആയ അല്ലെങ്കിൽ അങ്ങനത്തെ ശക്തികളോടൊന്നും അല്ല ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിനോടാണ് ഒരു പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത്. അതിന്റെ ലക്ഷ്യം ഏറ്റവും പാവനമായതുമാണ്. ഈ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയം വായിക്കുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്തുന്ന യാതൊന്നും ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ച ആള് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് 41-ാമത്തെ ആയത്തില് അയ്യൂബ് നബി പിശാച് ദുരിതവും പ്രയാസവും കൊണ്ട് എന്നെ സ്പർശിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. പിശാച് തന്നെ പിടികൂടിയിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? അത് വിശദീകരിച്ചിട്ടുണ്ട്, എന്നാൽ കൂടി ഒന്ന് വ്യക്തമാക്കാമോ? വ്യക്തത കുറവുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് സൂറത്ത് സ്വാദിലെ 41-ാമത്തെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. വദ്കുർ അബ്ദന അയ്യൂബ, നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കുക. ഇതിനാദ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ സന്ദർഭം അത് സ്മരണീയമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ ഓർക്കാനാണ് ഇവിടെ അള്ളാഹു ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അന്നി മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. പിശാച് എന്നെ ദുരിതവും പ്രയാസവും കൊണ്ട് സ്പർശിച്ചിരിക്കുന്നു എന്നാണ് അയ്യൂബ് അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് കേണുകൊണ്ട് പറയുന്ന കാര്യം. അയ്യൂബ് അലൈഹി ഇസ്ലാമിന് ഒരു ചർമ്മരോഗം ഉണ്ടായതും അത് കാരണമായി അത് അങ്ങേയറ്റം ശരീരത്തെ വ്രണപ്പെടുത്തിയ, അത് ദുർഗന്ധം ഉള്ളതും അതുപോലെ പകർച്ച ഉണ്ടാക്കുന്നതും ഒക്കെയായ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ കൈയൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാര്യം ഖുർആൻ പരാമർശിക്കുകയാണ്. അള്ളാഹു അയ്യൂബ് അലൈഹി ഇസ്ലാമിന് നൽകിയ വലിയ കടുപ്പമുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അപ്പൊ അതിനെ പരാമർശിച്ചുകൊണ്ട് അതില് അള്ളാഹു കണ്ടറിഞ്ഞ് വേണ്ട ഇടപെടൽ നടത്തണം എന്ന ഒരു പ്രാർത്ഥനയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാം ഇവിടെ നടത്തുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം
അന്നി മസ്സനിയ ഷെയ്ത്താനു എന്നാണ്. ഇതില് യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ അദ്ദേഹത്തെ സ്പർശിച്ചു ദുരിതവും പ്രയാസവും ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറയുന്നതില് എന്താണ് ഷെയ്ത്താന്റെ റോള് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ രോഗം അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണ്. ഈ കടുത്ത പ്രയാസം സൃഷ്ടിക്കുന്ന ഈ ചർമ്മരോഗം അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അത് അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരു കടുത്ത പരീക്ഷണം തന്നെയാണ്. അത് പിശാചിന്റെ സ്പർശനമായിട്ട് ഇങ്ങനെ പറയുന്നതിൽ എന്താണ് അതിന്റെ കാര്യം എന്നത് നമ്മൾ വേറെ ആംഗിളിൽ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. യഥാർത്ഥത്തിൽ ഈ രോഗമല്ല പിശാചിന്റെ സ്പർശനം കാരണമായിട്ടുണ്ടായതെന്ന് കാണാൻ പ്രയാസമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാണല്ലോ, അതില് സംശയമൊന്നുമില്ല. പിന്നെ പിശാച് എന്താണ് ചെയ്തത്? പിശാച് അദ്ദേഹത്തെ വലിയ നിരാശയുള്ളവനാക്കി മാറ്റി. രോഗം വന്നു, ശരീരാകെ വ്രണപ്പെട്ടു, ആളുകളൊക്കെ വെറുത്തു തുടങ്ങി, മക്കളും കുടുംബവും ഒക്കെ അകന്നുപോയി, വല്ലാണ്ട് ഒറ്റപ്പെട്ടു. ഇത് അദ്ദേഹത്തില് വലിയ മാനസികമായ തളർച്ച ഉണ്ടാക്കി എന്നതാണ് വസ്തുത. അപ്പോ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ അതിനെ കൂടുതൽ കടുപ്പുള്ളതായിട്ട് നിരാശ ബാധിക്കുന്ന വിധത്തിൽ നമ്മളെ അത് സ്വാധീനിക്കുന്ന ഒരു കാര്യമായി മാറുന്നത് നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് കുറയുകയും അതുപോലെ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് പലരും ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങുന്നതിന്റെ കാരണം. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാൾക്കും ആത്മഹത്യ ഒരു ചോയ്സ് ആയിട്ട് അനുഭവപ്പെടുകയേയില്ല. പക്ഷെ മനസ്സിനെ അത്തരം ചിന്തകൾ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഞാനങ്ങ് മരിച്ചാലോ എന്നൊക്കെയുള്ള വിധത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ മനസ്സിനെ വേട്ടയാടുമല്ലോ. അത് മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്നത് പിശാചിന്റെ സ്വാധീനമാണ്. കാരണം അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി മാറാൻ മനുഷ്യനെ നിരന്തരം ഇടപെട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി പിശാചാണ്, ശൈത്താനാണ്. അപ്പൊ ശൈത്താൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് രോഗം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, രോഗകാരണമായിട്ട് അദ്ദേഹം അങ്ങേയറ്റത്തെ നിരാശയും അതുപോലെ പ്രതീക്ഷയറ്റ അവസ്ഥയിലും ഒക്കെയായി മാറിയ സംഗതിയാണ് അതില് പിശാചിന്റെ ഇടപെടൽ എന്നത് കാണാൻ കഴിയും. ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ രോഗം കാരണമായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന വിഷയങ്ങളെ, പ്രശ്നങ്ങളെ ഒരു പരിഹാരവുമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദുരിതക്കയമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുകയും അതുപോലെ പിശാചിന്റെ പ്രേരണയിലും സ്വാധീനത്തിലും അകപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ബാധ ഇല്ലാതെ അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാം ഇവിടെ അള്ളാഹുവിനോടായിട്ട് നടത്തുന്നത്. ഈ കാര്യം നമുക്ക് ഈ ആയത്തുകളെ സൂക്ഷ്മമായി അതുപോലെ ചരിത്ര വിവരണങ്ങൾ കൂടി സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഹദീസിൽ പരാമർശിച്ച 100 ആളുകളെ കൊന്നയാളുടെ തൗബയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി, ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കപ്പെട്ടു, വഴിയിൽ മരണം സംഭവിച്ചു, മലക്കുകൾക്കിടയിൽ തർക്കമായി, റഹ്മത്തിന്റെയും അതുപോലെ അദാബിന്റെയും മലക്കുകൾക്കിടയിൽ തർക്കമായി, ഇയാള് സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന വിധത്തില്. അപ്പോ ഈ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു മലക്കുകൾക്ക് നൽകിയ നിർദ്ദേശം പിന്നിട്ട ദൂരം കണക്കാക്കി അദ്ദേഹം ഏത് പ്രദേശത്തു നിന്നാണോ ഈ മോക്ഷം ലഭിക്കാൻ ആരുടെയോ അടുക്കലേക്ക് ഒരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പൊ അയാളെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് എത്താനുള്ള സ്ഥലത്തേക്ക്, ഡെസ്റ്റിനേഷനിലേക്കുള്ള ആകെ ദൂരം നോക്കിയിട്ട് അയാള് എവിടത്തേക്കാണ് അടുത്ത് നിൽക്കുന്നത്, പുറപ്പെട്ട സ്ഥലത്തേക്കാണോ അടുപ്പം, അതല്ല എത്തിച്ചേരേണ്ട സ്ഥലത്തേക്കാണോ അടുപ്പം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ കാര്യം തീരുമാനിക്കാൻ. അതായത് എത്തേണ്ട സ്ഥലത്തേക്കാണ് അയാൾ കൂടുതൽ അടുത്തുള്ളതെങ്കിൽ അയാളെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കണം.
അതല്ല പുറപ്പെട്ട സ്ഥലത്തിനോടാണ് അയാൾ അടുപ്പം ഉള്ളതെങ്കിൽ അയാളെ അദാബിന്റെ മലക്കിന് വിട്ടുകൊടുക്കണം എന്ന വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതായിട്ടാണ് ആ ഹദീസിൽ പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിധി തീർപ്പ് എങ്ങനെയാണ് ശരിയാവുക? ഈ ദൂരം കണക്കാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇയാള് സ്വർഗാവകാശിയും നരകാവകാശിയും ആവുക? ദൂരം എങ്ങനെയാണ് അതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കുക? ഇതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. അത് ദൂരം പുറപ്പെട്ടടുത്തേക്ക് ആണ് അയാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, എത്തിച്ചേരേണ്ടിടത്തേക്കല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അയാളുടെ കുറ്റമാവുക എന്നതാണ് ഇവിടെ ഈ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സംഭവം അതിന്റെ ഒരു അതിന്റെ പരിണിതി എന്താണ് എന്നത് വ്യക്തമാക്കാൻ വേണ്ടി വിവരിക്കപ്പെട്ട ഹദീസുകളിൽ വിശദമാക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇതില് ഈ റഹ്മത്തിന്റെ മലക്കുകൾക്കും അദാബിന്റെ മലക്കുകൾക്കും ഇടയിലുള്ള ആ തർക്കം തീർക്കാൻ അള്ളാഹു അവരോട് നിർദ്ദേശിച്ചത് അയാളെ എങ്ങോട്ടാണോ, ലക്ഷ്യത്തിലേക്കാണോ അതല്ല പുറപ്പെട്ടെടുത്തേക്കാണോ അടുപ്പം കൂടുതലുള്ളത് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ദൂരമല്ല യഥാർത്ഥത്തില് ഇതിലൊരു പരിഗണന ആയിട്ട് വരുന്നത് ഇയാളുടെ മാനസികമായ സന്നദ്ധതയാണ്. ഇയാള് ഈ പുറപ്പെടുന്ന അയാളുടെ ജീവിതയാത്ര മുതലുള്ള കാര്യങ്ങൾ തന്നെ അള്ളാഹുവിന് സൂക്ഷ്മമായിട്ട് അറിയാം. അദ്ദേഹത്തെ മരണം പിടികൂടുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്ത് മാനസികാവസ്ഥയിലാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലും സന്നദ്ധതയിലും അതിനുള്ള വലിയ ആവേശത്തിലുമായിരുന്നോ അയാൾ അല്ലേ എന്നത് അള്ളാഹുവിന് തീർച്ചയായിട്ടും അറിയാം. ദൂരമല്ലാത്ത പല മാനദണ്ഡങ്ങളും ഈ അദ്ദേഹത്തെ വിലയിരുത്താൻ അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മലക്കുകളോട് അക്കാര്യത്തിൽ തീരുമാനിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ ദൂരമാണ് പരാമർശിക്കപ്പെടുന്നത്. അത് മലക്കുകൾക്ക് ഒരു തീരുമാനമെടുക്കാൻ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തു എന്നതേ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ദൂരം യഥാർത്ഥത്തില് ഇദ്ദേഹത്തിന്റെ സന്നദ്ധതയുമായി കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആവേശത്തോടു കൂടി ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നതെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ശ്രമം നടത്തും. സ്വാഭാവികമായിട്ട് ദൂരം സാധിക്കുന്നതിനേക്കാൾ കവർ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ വളരെ റിലക്റ്റന്റ് ആയിട്ട്, സമ്മതമില്ലാത്ത, മടിയുള്ള, അല്ലെങ്കിൽ ആരോ നിർബന്ധിച്ച് തെളിച്ചു കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു മനസ്ഥിതിയോട് കൂടിയാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നതെങ്കിൽ ഒരടി മുന്നോട്ട് നടക്കുമ്പോൾ രണ്ടടി പുറകോട്ട് എടുത്തു വെക്കുന്ന വിധത്തിലുള്ള ഒരു മടി കാണിച്ചുകൊണ്ടായിരിക്കും അയാൾ നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിന് വേണ്ടിയുള്ള വലിയ താല്പര്യത്തോടു കൂടി ആ മോക്ഷത്തിന്റെ മാർഗം ആര് കാണിച്ചു കൊടുക്കും എന്ന ആഗ്രഹത്തിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഒരു മഹാപണ്ഡിതനായ ഒരാളുടെ അടുക്കിലേക്ക് അയാൾ നയിക്കപ്പെടുന്നതോ. അത് 100ാമത്തെ മനുഷ്യനാണ്. അയാളോട് സംസാരിച്ചപ്പോ അയാൾ 99 ആളുകളെ കൊല ചെയ്തിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോ അങ്ങനെയുള്ള കൊലപാതകിക്ക് മോക്ഷമില്ല എന്നുള്ള നിലക്ക് അയാളുടെ അടുക്കൽ നിന്ന് മറുപടി കേട്ടപ്പോ അയാൾ അങ്ങേയറ്റത്തെ നിരാശ കൊണ്ട് അയാളെ കൂടി കൊന്നുകളയാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. അപ്പോ അതിനെ തുടർന്നാണ് ഈ മറ്റൊരു നാട്ടിലേക്ക്, അവിടെ ഒരു വലിയ പണ്ഡിതനുണ്ട്, അയാളെ പോയി കാണാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നതൊക്കെ. അയാളെ കാണാൻ വേണ്ടി പുറപ്പെടുന്ന യാത്രയ്ക്കിടയിലാണ് ഇയാൾ മരിച്ചു പോകുന്ന സംഭവം. ഈ ഹദീസിൽ വിവരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പം ആ പുറപ്പെടുന്നതില് ഇയാള് ഈ പുറപ്പെടുന്ന സ്ഥലത്തു നിന്ന് ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ ഘട്ടത്തില് അയാളുടെ മനസ്സ് ഏത് വിധത്തിലാണ് ഉണ്ടായിരുന്നത്? ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടാനുള്ള സന്നദ്ധത കാണിച്ച് ആ മാർഗത്തിലൂടെ മോക്ഷം നേടാനുള്ള ജീവിത ദർശനം ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു സാധ്യതയുണ്ട്. അതല്ല 100 ആളെ കൊന്നു ഇനി
101-ാമത്തെ ആൾക്കാണ് ആ വിധി കൊടുക്കേണ്ടതെങ്കിൽ അതും ഞാൻ കൊടുത്തേക്കാം എന്ന നിലക്കാണ് അയാൾ പോകുന്നതെങ്കിൽ അതും രണ്ടും രണ്ടാണ്. ഇത് അതിന്റെ പല ആംഗിളിലും അയാളുടെ മാനസിക ഘടന അല്ലെങ്കിൽ അന്ന് ആ സന്ദർഭത്തിലെ മാനസിക നിലപാട് അള്ളാഹുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ നിലപാട് ഈ ദൂരത്തിലും ഒരു നിലക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ആവേശവും അതുപോലെ സന്നദ്ധതയും അതുപോലെ വലിയ ഈഗർനെസ്സും ഒക്കെ ഉള്ള വിധത്തിലാണ് പുറപ്പെടുന്നതെങ്കിൽ കുറച്ച് അധികം ദൂരം കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് അള്ളാഹുവിന്റെ തൗഫീഖിന്റെ കൂടി ഭാഗമാണ്. ഒരാള് ആഗ്രഹിച്ചു വന്ന ഒരു സംഗതി ശരിയിലേക്ക് സത്യത്തിലേക്ക് എത്താനുള്ള കൊതിയോടുകൂടി പുറപ്പെട്ട ഒരാള് അയാള് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അള്ളാന്റെ സഹായം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇക്കാര്യത്തിൽ ഈ വിഷയത്തില് ആ സന്നദ്ധതക്കാണ് അള്ളാഹു ഏറ്റവും വലിയ പ്രീമിയം നൽകിക്കൊണ്ട്, ഏറ്റവും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മലക്കുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. മലക്കുകൾക്ക് അതിൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ അള്ളാഹു ഒരു നിർദ്ദേശം നൽകുന്നു എന്നത് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ. ദൂരം കൂടുതൽ കവർ ചെയ്തതിന് കാരണം അദ്ദേഹത്തിന്റെ ആവേശവും സന്നദ്ധതയും സത്യവും നീതിയും ശരിയുമായ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള, അള്ളാഹുവിന് വിധേയപ്പെടാനും അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള ആ സന്നദ്ധതയുടെ കാരണത്താലാണ് ഈ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ഒരു സാധ്യത അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതാണ് ഞാൻ അത് സംബന്ധമായിട്ട് മനസ്സിലാക്കുന്നത്. അതല്ലാതെ വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു ദൂരം അളന്നുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു വിഷയമായിട്ട് അല്ല ഈ കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു 2-3 ചോദ്യങ്ങൾ കൂടി വളരെ ക്യുക്കായിട്ട് വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇതൊക്കെ ഒരു ദൈവം പറയുമോ എന്നാണ് ഒരു ചോദ്യം. 59 മുതൽ 61 വരെയുള്ള ആയത്തുകളിലെ അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതൊക്കെ ദൈവം പറയും എന്ന് ഒറ്റവാക്കിൽ ഞാൻ അതിന് ഉത്തരം പറയാണ്. ബാക്കി നിങ്ങൾ അത് വിലയിരുത്തി പഠിച്ചോളൂ. മറ്റൊരു ചോദ്യം, അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്നാൽ മുഹമ്മദ് നബിയുടെ പിന്നിൽ അണിചേരുക എന്നല്ലേ യഥാർത്ഥ അർത്ഥം? അതിൽ നിന്ന് ലഭിക്കുന്ന സൂചന വ്യക്തമല്ലേ? അപ്പൊ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ പിന്നിൽ അണിനിരക്കുക എന്നല്ലേ എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി വല്ല സൈനിക ലക്ഷ്യത്തോടു കൂടി ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സൈന്യം ഉണ്ടാക്കി ആളുകൾ അണിനിരത്തി അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വ മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയതാണ് എന്നതാണ് ഇയാള് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് നിങ്ങൾക്ക് വിലയിരുത്തിയിട്ട് തീരുമാനിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ബുദ്ധിയും വിവേകവും വിലയിരുത്താനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ടാവും. അത് പ്രയോജനപ്പെടുത്തുക. മറ്റൊന്ന്, പച്ച പരമാർത്ഥം അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് എന്നത് തെളിവില്ലാത്ത ഒരു അവകാശവാദം മാത്രമാണ് എന്നതല്ലേ എന്നാണ്. ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടാവ് നിങ്ങളല്ല, ഞാനല്ല, ഭൂമുഖത്ത് അങ്ങനെ അവകാശപ്പെടുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. പ്രപഞ്ചത്തിലാകെ പരതി നടന്നാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് താനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരു ശക്തി, അത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിന് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പേര് അള്ളാഹു എന്നതാണ്. വേറെ ആരും അത് ക്ലെയിം ചെയ്തു വന്നിട്ടില്ല. മലയാളത്തിലോ തമിഴിലോ സംസ്കൃതത്തിലോ ഒക്കെ ഈ ദൈവം വേറെ ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ദൈവത്തിന്റെ മറ്റു ചില പേരുകള്, പ്രാദേശിക ഭാഷയിലുള്ള പേരുകള് എന്നേ സങ്കല്പിക്കേണ്ടതുള്ളൂ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരു അവകാശം ഉന്നയിച്ചിട്ടുള്ള ഒരേ ഒരു ശക്തി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും നിലവിലില്ല. നിങ്ങൾക്ക് അത് നിങ്ങളാണ് ചെയ്തത് എന്നുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അത് അള്ളാഹുവാണ് എന്ന് തന്നെ നമുക്ക് ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ അള്ളാഹു ആയിരുന്നെങ്കിൽ സൂര്യൻ രാത്രി സമയത്ത് വിശ്രമിക്കുന്നുവെന്ന് തെറ്റായ കാര്യം പറയുമോ എന്നാണ് അദ്ദേഹം പിന്നെ തുറന്നു ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. സൂര്യൻ രാത്രി സമയത്ത് വിശ്രമിക്കും എന്ന വിധത്തില് അദ്ദേഹം ഏതെങ്കിലും ഖുർആൻ ആയത്ത് തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹ എന്ന
ഒരു വിവരണം സൂറത്ത് യാസീനിൽ കാണാം. അത് സൂര്യൻ അതിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിന്റെ ഹാൾട്ടിംഗ് സ്റ്റേഷനിലേക്ക്, അതിന് നിശ്ചയിക്കപ്പെട്ട അവധി പൂർത്തീകരിക്കുന്നതിലേക്ക് നീങ്ങുന്നു എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അത് രാത്രികാലത്ത് വിശ്രമിക്കുന്നു എന്ന വിധത്തില് ഈ ചോദ്യം ഉന്നയിച്ച ആളോ അയാൾക്ക് അതിനെ പ്രേരിപ്പിക്കുന്ന വിധത്തില് തെറ്റായി ആരെങ്കിലും ഈ ആയത്തിനെ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ ആയിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം. എന്തായാലും അതിന് അള്ളാഹു ഉത്തരവാദിയല്ല, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മനുഷ്യന്റെ പരിമിതമായ അറിവിന്റെയും ഇടപെടലിന്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാവാനിടയുള്ള ഒരു തെറ്റിദ്ധാരണയാണത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആശയം ആദ്യം സഹായകമായത് മുഹമ്മദ് നബിക്കാണ്. പിന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള അമിത ഭയം ഖലീഫമാർ ഉപയോഗിച്ചു, ഇപ്പോൾ ഇസ്ലാം ഉപയോഗിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ലോഡ് ചെയ്തു വെച്ചിട്ടുള്ള ചില വേരോട്ടം നേടിയ സ്ഥിരപ്രതിഷ്ഠ നേടിയ ചില ധാരണകൾ, തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ പഠനവും അന്വേഷണവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, യാഥാർത്ഥ്യം കണ്ടെത്തുന്നവരെ തുടരുക. വേറൊരു ചോദ്യം, അറബ് സാമ്രാജ്യത്വവും അറബ് ഭാഷയും ലോകമാകെ പരത്താനും ഇസ്ലാമിതര സമുദായങ്ങളെ തകർക്കാനും ഉപയോഗിക്കുന്നു. ഇസ്ലാമിനെ മറ്റു സമൂഹങ്ങളെ തകർക്കാനും അതുപോലെ അറബ് ദേശീയതയും അറബ് സാമ്രാജ്യത്വം ഒക്കെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അറബികൾക്ക് ഖുർആൻ അവതരിക്കുന്നതിന്റെ മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വരുന്നതിന്റെ മുമ്പ് നൂറ്റാണ്ടുകൾ ഭൂമുഖത്ത് അവസരം ഉണ്ടായിരുന്നതാണ്. അന്നൊന്നും ആരും അങ്ങനെയുള്ള ഒരു സംഗതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനെ തുടർന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിക്കുന്ന ആ സംഗതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രയത്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് ലോകമെമ്പാടുമുള്ള മുഴുവൻ ജനതതികളിലേക്കും എത്താനുള്ളതും ഇവിടെ നിലനിൽക്കുന്ന എല്ലാ അബദ്ധ പ്രത്യയശാസ്ത്രങ്ങളെയും പരാജയപ്പെടുത്താനുള്ളതുമാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സന്മാർഗവും സത്യമതവുമായിട്ട് തന്റെ ദൂതനെ നിയോഗിച്ചയച്ചത് അള്ളാഹുവാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. സകല ജീവിത പ്രത്യയശാസ്ത്രങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുദൈവത്വത്തിന്റെ ആളുകള് അതിനെ വെറുക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് സൂറത്ത് തൗബയിലും 33-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അറബികൾക്കോ മുഹമ്മദ് നബിക്കോ ഖലീഫമാർക്കോ വേണ്ടി ആയിരുന്നില്ല. അത് അള്ളാഹുവിന്റെ പദ്ധതിയാണ് മനുഷ്യർക്ക് സന്മാർഗം എത്തിക്കുക എന്നത്. മനുഷ്യർക്ക് സന്മാർഗം എത്തിക്കുന്നതിന്റെ ഭാഗമായി അവർ പിന്തുടരുന്ന ദുർമാർഗങ്ങളെ അല്ലെങ്കിൽ തെറ്റായ ജീവിത ദർശനങ്ങളെ നേരിടേണ്ടി വരും. അത് അവയെ അതിജയിച്ചുകൊണ്ട് മാത്രമാണ് സത്യത്തിന് മുന്നേറാൻ സാധിക്കുക. അത് കൃത്യമായിട്ട് ഖുർആൻ തന്നെ പറയുന്നുമുണ്ട്. മറ്റൊരു ചോദ്യം, നരകവർണ്ണനയാണോ എല്ലാവരുടെയും ആരാധനാപാത്രമാകാൻ ഈ ദൈവം കണ്ടെത്തിയ എളുപ്പം, അതിന്റെ എളുപ്പ വഴി എന്നാണ്. നരകവർണ്ണനയും അല്ലെങ്കിൽ നരകത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ താക്കീത് ചെയ്യലും അതിന്റെ ഭാഗമാണ് എന്നാണ് അതിന് മറുപടി. മറ്റൊരു ചോദ്യം, ഒരു അതിതന്ത്രശാലിയായ വ്യക്തി അള്ളാഹുവിനെയും നരകത്തിനെയും ഉപയോഗിച്ച് മനുഷ്യരെ തനിക്ക് വിധേയരാക്കാൻ ശ്രമിച്ചു എന്നതാകാനല്ലേ കൂടുതൽ സാധ്യത എന്നാണ് ചോദ്യം. അതല്ല കൂടുതൽ സാധ്യത. അങ്ങനെ ഒരാള് ആണെങ്കിൽ, കേവലമായ അങ്ങനെ ജനങ്ങളെ സ്വാധീനം നേടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സംഗതിയാണെങ്കിൽ 1500 വർഷമൊന്നും ആ ആദർശം, ആ പ്രത്യയശാസ്ത്രം ജനങ്ങൾക്കിടയിൽ സ്വാധീനം സൃഷ്ടിക്കുന്നതായിട്ട് നിലനിൽക്കുമായിരുന്നില്ല. നിങ്ങൾ യുക്തിഭദ്രമായ ഒരു സമീപനം സ്വീകരിച്ച് കാര്യങ്ങൾ പഠിച്ചു നോക്കൂ. കുറെ മനുഷ്യർ ഭയം മൂലവും സ്വർഗത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച സുഖത്തിലുള്ള ആശ മൂലവും അതിന് വഴങ്ങിയതല്ലേ എന്നതാണ്. ഭയവും അതുപോലെ പ്രതീക്ഷയും ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അള്ളാഹു മുന്നോട്ട് വെച്ചത് യാഥാർത്ഥ്യ അടിസ്ഥാനത്തിലുള്ള, ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭയപ്പെടുത്തലും ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സന്തോഷ വാർത്ത നൽകലുമാണ്. അതിന് നിശ്ചയിക്കപ്പെട്ട അളവിലുള്ള ഫലം ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു ചോദ്യം, നരകാവകാശികളെ കുറിച്ചും സ്വർഗാവകാശികളെ കുറിച്ചും ഖാലിദീന ഫീഹ, നിത്യമായ താമസക്കാരെന്നാണല്ലോ അഭിവാദ്യം ചെയ്യുന്നിടത്ത് പറയുന്നത്. എന്നാൽ നരകവാസികളിൽ ചിലർ
കാലങ്ങൾക്ക് ശേഷം അവരുടെ ശിക്ഷ പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ മോചിതരാക്കപ്പെടും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. അത് നരകത്തില് പോകേണ്ടി വരുന്ന, നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന് വിധേയപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകൾ ചിലരുണ്ടാവും, കുറ്റവാളികളായ ആളുകൾ. അവര് സത്യനിഷേധികളല്ല, അവര് കുറ്റവാളികളാണ്. അവർ ഇജ്റാം ചെയ്തു പോയ, മഹാസി ചെയ്തു പോയ ആളുകളാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ തെറ്റുകളുടെ കാഠിന്യം കൂടുതലാണെങ്കിൽ അവർക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയും പിന്നീട് അവരുടെ തെറ്റിന് മാത്രമുള്ള ശിക്ഷ അനുഭവിച്ചതിനെ തുടർന്ന് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് സ്വർഗപ്രവേശം നൽകുകയും ചെയ്യുമെന്ന് വിശദമായി പല ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഖാലിദീന ഫീഹ എന്ന് പറയുന്നത് നരകത്തിൽ പോവേണ്ടി വരുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ശരിയായിക്കൊള്ളണം എന്നില്ല. അത് നരകത്തിൽ സ്ഥിരമായി വസിക്കാൻ വേണ്ടി വരുന്ന വിധത്തില് നിഷേധികളായിട്ട് ജീവിച്ച അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ട് ജീവിച്ച ആളുകളുടെ കാര്യത്തിൽ, അതുപോലെ മുനാഫിക്കുകളുടെ കാര്യത്തിലൊക്കെയാണ് അള്ളാഹു അത് പറയുന്നത്. അതല്ലാത്ത പാപങ്ങൾ ചെയ്തു പോയ ആളുകളുടെ കാര്യത്തിൽ, ബഹുഭൂരിപക്ഷം ആളുകളുടെ കാര്യത്തിലും നരകത്തിൽ വരാത്ത വിധത്തില് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ടും അതുപോലെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക എന്നൊരു ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കാരണത്താലും ഒക്കെ അവര് നരകത്തിൽ പോകാതെ തന്നെ സ്വർഗാവകാശികളായി മാറിയെന്ന് വരാം. ഇനി വിശ്വാസികളായ ആളുകൾ തന്നെ അവരുടെ പാപങ്ങൾ വളരെ കൂടുതലാണെങ്കിൽ നരക ശിക്ഷ അവർക്ക് നിശ്ചയിക്കപ്പെട്ട അളവിൽ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അതിനെ തുടർന്ന് അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെ നമസ്കാരത്തിൽ തന്നെ ഉള്ള വാചകങ്ങളിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത്തഖും മിനന്നാർ എന്ന് സൂചിപ്പിക്കുന്ന നമ്മൾ നോമ്പുകാലത്തൊക്കെ നടത്തുന്ന അദ്കാറുകളിലൊക്കെ വഅ്തിഖ്നാ മിനന്നാർ എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കും. അതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യം, ലോകാവസാനത്തോടെ ഭൂമിയിലെ സകലതും നാമാവശേഷമാക്കപ്പെട്ട ശേഷം സ്വർഗാവകാശികൾ അവരെ ഭൂമിയുടെ അനന്തരാവകാശികളാക്കി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. സ്വർഗം ലഭിച്ച ആളുകള് ആ സന്തോഷത്തിൽ പറയുന്ന അള്ളാഹുവിനോട് മറുപടിയായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് പറയുന്ന കാര്യത്തില് ഔറസനൽ അർള എന്ന ഒരു പ്രയോഗം നമ്മൾ ഈ സൂറത്തിൽ കാണുകയുണ്ടായി, സൂറത്ത് സുമറില്. അപ്പൊ ഔറസനൽ അർള എന്ന് പറഞ്ഞ ഭൂമിയെ ഞങ്ങൾക്ക് അനന്തരാവകാശമായി തന്ന എന്നതാണ് അതിന്റെ അർത്ഥം. ഇത് ശരിയായ കാര്യം തന്നെയാണ്. ഭൂമി മറ്റൊരു ഭൂമിയായിട്ട് പുനരാവിഷ്കരിക്കപ്പെടും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടത്തില് അതിനു മുമ്പുണ്ടായിരുന്ന നമ്മള് ഭൗതിക ലോകത്ത് ജീവിച്ച കാലത്തുള്ള രൂപത്തിലല്ല, അല്ലെങ്കിൽ ആ രീതിയിലോ ഒന്നുമല്ല ഭൂമി പുനരാവിഷ്കരിക്കപ്പെടുക എന്ന കാര്യം ഖുർആൻ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന സ്വർഗം പുനരാവിഷ്കരിക്കപ്പെട്ട ഭൂമിയിലാണ് എന്ന് മനസ്സിലാക്കാനാണ് കൂടുതൽ ഖുർആന്റെ ആയാത്തുകൾ നമുക്ക് പ്രേരണ നൽകുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ആവണം ഈ സ്വർഗാവകാശികള് ഞങ്ങളെ ഭൂമിയുടെ അല്ലെങ്കിൽ നാട്ടിന്റെ അനന്തരാവകാശികളാക്കി എന്ന നിലക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്ത് സുമറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനകം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.